പാടൂർ അലിമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിനെതിരെ ഗുരുതര ആരോപണവുമായി MSF ജില്ലാ നേതൃത്വം. +1 ഏകജാലക പ്രവേശനവും കമ്മ്യൂണിറ്റി പ്രവേശനവും സ്കൂൾ അധികാരികൾ അട്ടിമറിച്ചെന്നാണ് ആരോപണം. ജില്ലയിലെ തീരദേശ മേഖലയിൽ 1000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ന്യൂനപക്ഷ എയ്ഡഡ് സ്കൂളാണ് പാടൂർ അലിമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ. എന്നാൽ ഈ അധ്യയന വർഷത്തെ +1 ഏകജാലക പ്രവേശനവും കമ്മ്യൂണിറ്റി പ്രവേശനവും സ്കൂൾ അധികാരികൾ അട്ടിമറിച്ചുവെന്നും പല വിദ്യാർത്ഥികൾക്കും അർഹതപ്പെട്ട സീറ്റുകൾ നഷ്ടമായെന്നും ആരോപിച്ച് രക്ഷിതാക്കൾ രംഗത്ത് വന്നു. ഇതേ തുടർന്നാണ് MSF വിഷയത്തിൽ ഇടപെട്ടത്. ഇവർ സ്കൂളിലെത്തി അന്വേഷണം നടത്തി. പ്രവേശനം അട്ടിമറിച്ചതിലൂടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം സ്കൂൾ അധികൃതർ ഇല്ലാതാക്കിയെന്ന് MSF സംസ്ഥാന സെക്രട്ടറി SA അൽ റസിൻ പറഞ്ഞു. വലിയ കമ്മ്യൂണിറ്റി കോട്ട അട്ടിമറിയാണ് നടന്നിരിക്കുന്നത്. അവിടുത്തെ സർക്കാർ സംവിധാനത്തിലുള്ള സിംഗിൾ ജാലകം, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിലുള്ള മുഴുവൻ സീറ്റുകളിലും വലിയ അട്ടിമറിയാണ് നടന്നിരിക്കുന്നത്. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരം ഇല്ലാതാക്കുന്ന സാഹചര്യത്തിൽ അവിടുത്തെ DOയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്കൂള് എന്നിരിക്കെ തന്നെ അവിടുത്തെ മാനേജ്മെൻ്റ് ഇല്ലാത്ത ഒരു സംവിധാനത്തിൽ അവിടുത്തെ സ്കൂളിലെ അധികൃതർ, പ്രിൻസിപ്പൽ അടക്കമുള്ള പ്രിൻസിപ്പലിൻ്റെ ചാർജ് വഹിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ സീറ്റ് പുറത്ത് വിൽക്കുന്ന രൂപത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് ആ സ്കൂളിലെ അധികൃതർ ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ ഒരു വിഷയം ഇവിടെ നടക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഇനി ഇത്തരത്തിലൊരു അപാകത, ഇത്തരത്തിലൊരു അട്ടിമറി ഉണ്ടാകാതിരിക്കാൻ നോക്കേണ്ടത് സർക്കാർ സംവിധാനമാണ്. കഴിഞ്ഞ കുറച്ചുകാലമായി മാനേജ്മെന്റ് ഇല്ലാത്ത സാഹചര്യത്തിൽ DEയുടെ നേതൃത്വത്തിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. പ്രിൻസിപ്പലിന്റെ ചാർജ് വഹിക്കുന്ന ആൾ ഉൾപ്പെടെയുള്ള സ്കൂൾ അധികൃതർ സീറ്റ് പുറത്തു വിൽക്കുന്ന സാഹചര്യമാണെന്ന് MSF ആരോപിച്ചു. കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടിയെടുക്കണമെന്നും അതുവരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും MSF നേതാക്കൾ അറിയിച്ചു. അന്വേഷണം ആവശ്യപ്പെട്ട് MSF ജില്ലാ പ്രസിഡന്റ് ആരിഫ് പാലയൂർ, മണ്ഡലം ഭാരവാഹികളായ സഫ്വാൻ, ഷാമി സലി തങ്ങൾ, റിഷാദ് അലി, സമീർ തങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർ അടക്കമുള്ളവർക്ക് പരാതിയും നൽകി. TCV ന്യൂസ്, തൃശൂർ.